ഇന്ത്യൻ ഫുട്ബോൾ ലൈസൻസിംഗിലെ പ്രീമിയർ 1 ലെവൽ ലൈസൻസ് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിന് റിജക്റ്റഡ് ആയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ റിജക്റ്റഡ് ആയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ കണ്ണിലുണ്ണിയായ നിഖിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു, അടുത്ത സീസണിൽ എന്ത് ചെയ്തിട്ടായാലും നമ്മൾ ലൈസൻസ് നേടിയിരിക്കുമെന്ന്. എന്ത് തേങ്ങാക്കൊലയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് എണ്ണം നേടിയത് എന്ന് ഒന്ന് കണ്ടറിയേണ്ടതാണ്. അപ്പം കഴിഞ്ഞ സീസണിൽ റിജക്ട് ചെയ്യപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഈ തട്ടിക്കൂട്ട് സെറ്റപ്പിൽ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും ലൈസൻസ് കിട്ടുമെന്നൊന്നും ആരും കരുതണ്ട. കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ ഒഡീഷ എഫ് സിയുടെ ലൈസൻസ് റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഹൈദരാബാദിന് റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ജംഷഡ്പൂർ എഫ് സി റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പിന്നെ ലൈസൻസ് സാങ്ഷൻസോടെ ലൈസൻസ് ഗ്രാന്റ് ചെയ്യപ്പെട്ടവർ നമ്മുടെ മുംബൈ സിറ്റി എഫ് സി, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, എഫ് സി ഗോവ, ബംഗളൂരു എഫ് സി, പിന്നെ നമ്മുടെ ചെന്നൈ എഫ് സി, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി, ഈസ്റ്റ് ബംഗാൾ എഫ് സി, പിന്നെ മുഹമ്മദൻ എഫ് സി. ലൈസൻസ് യാതൊരു ബാധകളും ഇല്ലാതെ ലഭിച്ചിരിക്കുന്നത് പഞ്ചാബ് എഫ് സിക്കാണ്. അപ്പം നിഖിലെണ്ണം കൊണ്ടുവരും എന്ന് പറഞ്ഞു, കൊണ്ടു തന്നിട്ടുണ്ട്. സ്റ്റേഡിയത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന് നിഷേധിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രമൊന്നും അല്ല കാരണമെന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ നമുക്ക് കാണാൻ പറ്റും. ബ്ലാസ്റ്റേഴ്സിന്റെ ലൈസൻസ് റിജക്ട് ചെയ്യപ്പെടാനുള്ള കാരണങ്ങൾ നമ്മൾ കൂടുതൽ റിപ്പോർട്ടുകൾക്കൊന്നും വെയിറ്റ് ചെയ്യണ്ട, നമ്മൾ കണ്ണു തുറന്നൊന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് റിജക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അപ്പം ബ്ലാസ്റ്റേഴ്സ് പ്രീമിയർ 1 ലൈസൻസ് ഇത്തവണയും ഇല്ല. നിഖിലിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്.